നമ്മൾ പഠിച്ചുകൊണ്ടേയിരിക്കുന്നത് എബ്രായ ലേഖനം 12-ാം അധ്യായം, ഹീബ്രൂസ് ചാപ്റ്റർ 12. അതിൻ്റെ 28-ാമത്തെ വാക്യമാണ് നാം പഠിച്ചുകൊണ്ടേയിരിക്കുന്നത്. ആരെങ്കിലും ഒരാൾ ശബ്ദമുയർത്തി ആ വാക്യം ഒരിക്കൽ കൂടെ വായിച്ചാൽ ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. നമ്മൾ ചിന്തിച്ചുകൊണ്ടേയിരിക്കുന്നത് ഇളകാത്ത രാജ്യം പ്രാപിക്കുന്നതുകൊണ്ട് നാം നന്ദിയുള്ളവരായി. വേദപുസ്തകം നമ്മൾ പഠിക്കുമ്പോൾ പ്രധാനമായിട്ട് ദൈവം ആദിയിൽ ആകാശവും ഭൂമിയും സൃഷ്ടിച്ചുവെന്ന് ദൈവത്തിന്റെ തിരുവചനം പഠിപ്പിച്ചിട്ട്, ദൈവം എന്തിനു വേണ്ടിയാണ് ഭൂമിയെ സൃഷ്ടിച്ചത്? വേദപുസ്തകം പറയുന്നു, പാർപ്പിനത്രേ. അതിനെ നശിപ്പിച്ച് എന്നേക്കുമായിട്ട് ദൈവം നശിപ്പിച്ച് കളയത്തില്ല എന്ന് പറഞ്ഞിട്ട് ദൈവത്തിന്റെ ദാസനായിരിക്കുന്ന ദൈവത്തിന്റെ ദാസൻ ഇപ്രകാരം ഈ വാക്യത്തെ വെളിപ്പെടുത്തുന്നു, ഇളകാത്ത രാജ്യം നാം പ്രാപിക്കുന്നുണ്ട്. അതുകൊണ്ട് ദൈവം ഈ ഭൂമിയെ സൃഷ്ടിച്ച സമയം മുതൽ ഉള്ള ഭൂമിയുടെയും ആകാശത്തിന്റെയും അവസ്ഥകളാണ് നമ്മൾ കഴിഞ്ഞ ദിവസം നമ്മൾ പഠിച്ചുകൊണ്ടേയിരുന്നത്. പ്രധാനമായിട്ട് ആദമിനെ ഏദൻ തോട്ടത്തിലാക്കുന്നതിന് മുമ്പ് ഒരു ഭൂമി ഉണ്ടായിരുന്നുവെന്നും ഒരാകാശം ഉണ്ടായിരുന്നുവെന്നും നമ്മൾ മനസ്സിലാക്കി. അവിടെ ദൈവം പാർപ്പിന് വേണ്ടി ആക്കിയിരുന്നത് ദൈവദൂതന്മാരെ ആയിരുന്നു. ദൈവത്തിന്റെ പ്രധാന ദൂതന്മാരിൽ ഒരുവനായിരുന്ന ലൂസിഫർ യഹോവ ദൈവം ഉണ്ടാക്കി നാരിക്കുന്ന ഏദൻ തോട്ടത്തിലോ ആയിരുന്നുവെന്നും ആ ദൂതന്റെ പാപമാണ് ഈ ഭൂമിയെ മുഴുവൻ വെള്ളത്താൽ മൂടപ്പെടുവാനായിട്ട് കാരണമായി തീർന്നത്. ആ വിഷയത്തെക്കുറിച്ചാണ്, എങ്ങനെ വെള്ളം കൊണ്ട് മൂടപ്പെട്ടു. വീണ്ടും ഒരിക്കൽ കൂടെ 2 പത്രോസ് ലേഖനം 3-ാം അധ്യായം, 2 Peter chapter 3, അവിടുന്ന് ഞാൻ തുടങ്ങുവാൻ ആഗ്രഹിക്കുക. അതിന്റെ 5-ാമത്തെ വാക്യം ഒന്ന് വായിച്ചാട്ട്. 5, 6, 7. ആകാശവും വെള്ളത്തിൽ നിന്നും വെള്ളത്താലും ഉളവായ ഭൂമിയും. പ്രൈസ് ഗാഡ്. അത് പണ്ട് ദൈവത്തിന്റെ വചനത്താൽ ഉളവായി എന്നും അതിനാൽ അന്നുള്ള ലോകം ജലപ്രളയത്തിൽ മുങ്ങി. ഏതിനാൽ വായിച്ചാട്ട്. ആ വാക്യം തുടക്കമൊന്ന് വായിച്ചാട്ട്. ആകാശവും വായിക്കുമ്പോൾ ശ്രദ്ധിച്ച് നമ്മൾ വായിക്കണം. രണ്ട് വിഷയമാണ്. ഒന്ന് ആകാശവും, പിന്നെ രണ്ടാമത്തെ ഭാഗമാണ് വെള്ളത്തിൽ നിന്നും വെള്ളത്താലും ഉളവായ ഭൂമി. രണ്ട് കാര്യങ്ങളെയാണ് ചൂണ്ടിക്കാണിക്കുന്നത്. ഒരുമിച്ച് ചേർത്ത് വായിച്ചു കഴിഞ്ഞാൽ എന്താണെന്ന് മനസ്സിലാകത്തില്ല. ആകാശവും വെള്ളത്തിൽ നിന്നും വെള്ളത്താലും ഉളവായ ഭൂമിയും പണ്ട് ദൈവത്തിന്റെ വചനത്താൽ ഉളവായി എന്നും അതിനാൽ അന്നുള്ള ലോകം. ഏതിനാൽ? ദൈവത്തിന്റെ വചനത്താൽ. അതാണ് അതിന്റെ അർത്ഥം. അതിനാൽ ദൈവത്തിന്റെ വചനത്താൽ, ബൈ ഹിസ് വേർഡ്. ദൈവത്തിന്റെ വചനത്താൽ എന്ത് സംഭവിച്ചു? അന്നത്തെ ലോകം വെള്ളത്താൽ മൂടപ്പെടുവാനായിട്ടിടയായി തീർന്നു. നമ്മൾ മനസ്സിലാക്കണം, ആദമിന് മുൻപ് ഉണ്ടായിരുന്ന ഭൂമി വെള്ളത്താൽ മൂടപ്പെടുവാനുള്ള കാരണം ദൈവത്തിന്റെ വചനമാണ്. എന്താണ് ദൈവത്തിന്റെ വചനം പറയുവാൻ കാരണം? ആ ദൂതന്റെ പാപമാണോ ഈ ഭൂമിയെ നശിപ്പിക്കുവാനായിട്ട് കാരണമായി തീർന്നത്? അപ്രകാരമുണ്ടായിരുന്ന ഭൂമിയെ ദൈവം റീക്രിയേറ്റ് ചെയ്തു, പുതുതായിട്ട് സൃഷ്ടിച്ചു. അവിടെയാണ് ആദമിനെ ആക്കിയത്. ആദമിനെ ഏദൻ തോട്ടത്തിൽ ആക്കുന്ന സമയത്ത് എല്ലാം വളരെ പെർഫെക്റ്റ് ആയിരുന്നു. എന്നാൽ ഒരു ബുദ്ധിമുട്ട് അവിടെ ഉണ്ടായിരുന്നു. ഏത് മാത്രം? എന്തായിരുന്നു അവിടുത്തെ ബുദ്ധിമുട്ട്? അവിടുത്തെ ബുദ്ധിമുട്ട് പിശാചിന് അവിടെ കടന്നു ചെല്ലുവാനുള്ള അനുവാദം ഉണ്ടായിരുന്നു. ബാക്കി എല്ലാം പെർഫെക്റ്റ് ആയിരുന്നു. മുള്ളില്ല, പറക്കാരയില്ല, യാതൊന്നുമില്ല. എല്ലാം വളരെ ബ്യൂട്ടിഫുൾ, എല്ലാം പെർഫെക്റ്റ് ആയിരുന്നു. എന്നാൽ ഒരു കാര്യം മാത്രം അവിടെ പെർഫെക്റ്റ് അല്ലാത്തതിന് കാരണമായി തീർന്നത്, ഈ പാപം ചെയ്ത ദൂതന്മാരെ അവിടേക്ക് കടന്നു ചെല്ലുവാനുള്ള അനുവാദമുണ്ടായിരുന്നു. അതാണ് അവർ പാപം ചെയ്തത്. ആ രണ്ടാമത് സൃഷ്ടിച്ച ഭൂമിയെ ദൈവം പുതുതാക്കി പണിതിട്ട് ആ പഴയ ഭൂമിയെ തന്നെ ദൈവം രണ്ടാമത് മനോഹരമാക്കി തീർത്ത് ഒരു പുതിയ ഭൂമിയാക്കി. ആ ഭൂമിയിൽ ദൈവം ആദമിനെ ആക്കി. എന്നാൽ അതേ ആദം പാപം ചെയ്ത മുഖാന്തരമായിട്ട് ആ ഭൂമിക്ക് പലവിധമാർക്ക് ദോഷങ്ങളും നാശങ്ങളും കൂടെ കടന്നുപോയി. അതിപ്പോഴും കടന്നുപോയിക്കൊണ്ടേയിരിക്കുകയാണ്. അവസാനമായിട്ട് കടന്നു വരുവാൻ പോകുന്ന ഒരു വലിയ വിഷയമാണ്, ഒരു വലിയ ഭൂമി ഉണ്ടാകുകയും ഈ ഭൂമി ഉണ്ടായിരുന്ന കാലം മുതൽ ഇല്ലാത്തതായിരിക്കുന്ന ഒരു വലിയ വിഷയത്തിലേക്ക് ഇന്നത്തെ ഈ ലോകത്തെ മുൻപോട്ട് നയിക്കും. എന്നാൽ അതിൽ കൂടെ ദൈവം അടുത്തൊരു ഭൂമിയെ ഉളവാക്കും. ആ ഭൂമിയും ആകാശവുമാണ് 1000 ആണ്ട് വാഴ്ചയെന്ന് നമ്മൾ പഠിച്ചത്.
1000 ആണ്ട് വാഴ്ചയെക്കുറിച്ച് പഠിച്ചപ്പോൾ നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കി. ആദം ഏദൻ തോട്ടത്തിലായിരുന്നപ്പോൾ എങ്ങനെയായിരുന്നുവോ അതുപോലെ തന്നെ, അത്രത്തോളം പെർഫെക്റ്റ് അല്ല എങ്കിലും ഏകദേശം ഒരു മാതിരി അതുപോലെയാണോ ദൈവം 1000 ആണ്ട് വാഴ്ചയിൽ ഭൂമിയെ ദൈവമാക്കുവാനായിട്ട് പോകുന്നത്? ഇന്ന് ഭൂമി ഫലം തരുന്നില്ല എങ്കിൽ അന്ന് ഭൂമി 100% ഫലമാണ് കൊടുക്കുന്നത്. അപ്പോൾ ആ എക്സാക്ട്ലി ആ അവസ്ഥയിലേക്ക് ദൈവം ഭൂമിയെ കൊണ്ടുവരുന്നു. അതുമല്ല ദൈവത്തിന്റെ ദാസൻ പറയുന്നത്. ഇളകാത്തൊരു രാജ്യം പ്രാപിക്കുന്നുവെന്ന് പറയുമ്പോൾ ആ ഇളകാത്ത രാജ്യം എന്ന് പറയുന്നത് പുത്തനാം യെരൂശലേം ഭൂമിയിലേക്ക് കടന്നു വരുത്തപ്പെട്ടതായിരിക്കുന്ന, അഥവാ അതിനു മുൻപ് ഞാൻ പുതിയ ആകാശവും പുതിയ ഭൂമിയും കണ്ടു എന്നുള്ളതായിരിക്കുന്ന വിഷയമാണ് നമ്മൾ ചിന്തിക്കുന്നതായിരിക്കുന്ന ഇളകാത്ത രാജ്യം എന്ന് പറയുന്നത്. കഴിഞ്ഞ ദിവസം നമ്മൾ ചിന്തിക്കുവാനായിട്ട് ഇടയായിട്ടുന്നത് ഈ പ്രത്യയമായിരിക്കുന്ന ഇളകാത്ത രാജ്യത്തിന്റെ 4 പേരുകൾ. പ്രധാനമായിട്ട് അന്ന് ഇല്ലാതിരുന്നത് പെട്ടെന്ന് നോട്ട് ചെയ്താട്ട് 4 പേരുകൾ എന്തൊക്കെയാണോ ആ ഇളകാത്ത രാജ്യത്തിന്റെ പേരുകൾ. ഒന്നാമത്തെ പേര് ന്യൂ ഹെവൻ ആൻഡ് ന്യൂ എർത്ത്, പുതിയ ആകാശവും പുതിയ ഭൂമിയും. Revelation 21 verse 1. രണ്ടാമത്തത് എ കിങ്ഡം വിച്ച് കനോട്ട് ബി മൂവ്ഡ്, ഇളകാത്ത ഒരു രാജ്യം, ഇളകാത്തൊരു രാജ്യം. Hebrews chapter 12 verse 28. മൂന്നാമത്തെ പ്രത്യേകത ഹൂസ് ബിൽഡർ ഇസ് ഗാഡ്, ദൈവം ശില്പിയായി നിർമ്മിച്ചത്. Hebrews 11:10, എബ്രായർ 11:10. നാലാമത്തേതിന്റെ പേര് വിച്ച് ഹാസ് ഫൗണ്ടേഷൻ, അടിസ്ഥാനമുള്ള നഗരം. Hebrews 11:10. നമ്മൾ അതിൽ കൂടെ മനസ്സിലാക്കി എന്താണ് ഭൂമിക്ക് സംഭവിക്കുവാൻ പോകുന്നത്, ആകാശത്തിന് എന്ത് സംഭവിക്കുന്നു. നമ്മൾ കഴിഞ്ഞ ദിവസം കൊണ്ട് അവസാനിപ്പിച്ചത് ആകാശം ദൈവം ഒന്ന് വിരിക്കുകയായിരുന്നു. ഒരു പാ വിരിക്കുന്നത് പോലെ ദൈവം ആകാശത്തെ വിരിച്ചു. അപ്പോൾ ഈ ആകാശം വിരിക്കപ്പെട്ട ഈ ആകാശമാണോ മാറ്റപ്പെടുവാനായിട്ട് പോകുന്നത്? എങ്ങനെ മാറ്റപ്പെടുവാൻ ഇടയായിത്തീരും? 2 Peter chapter 3 verse 10. 2 Peter chapter 3 verse 10. കർത്താവിന്റെ ദിവസമോ കള്ളനെ പോലെ വരും, അന്ന് ആകാശം കൊടിമുഴക്കത്തോടെ ഒഴിഞ്ഞു പോകും. ഒരു ഭയാനകമായിരിക്കുന്ന ഒരു ശബ്ദത്തോടുകൂടെ ആകാശം ഒഴിഞ്ഞു പോകുവാൻ പോകുകയാണ് എന്ന് പറഞ്ഞാൽ ആകാശം കംപ്ലീറ്റ്ലി മാറ്റപ്പെടുമെന്നല്ല നമ്മളിവിടെ കാണുന്നത്. പിന്നെയോ മനുഷ്യന്റെ കൈപ്പണി എവിടെ വരെ കടന്നു ചെന്നിട്ടുണ്ട്, അവിടെയായിരിക്കും മാറ്റങ്ങൾ കടന്നു വരുവാനായിട്ട് പോകുന്നത്. ദൈവം അതിനെ ഒരു വലിയ മാറ്റങ്ങൾ വരുത്തുവാനായിട്ട് പോകുന്നു. എങ്ങനെ ദൈവം ഈ ഭൂമിയെ മാറ്റം വരുത്തുവാൻ പോകുന്നു? 2 Peter chapter 3 verse number 7, 7ാമത്തെ വാക്യം. ഇപ്പോഴത്തെ ആകാശം ഭൂമിയും അതേ വചനത്താൽ തീക്കായി സൂക്ഷിച്ചിരിക്കുന്നു. അപ്പോൾ ആകാശം തീക്ക് വേണ്ടി ദൈവം സൂക്ഷിച്ചിരിക്കുന്നു, ഭൂമി തീക്ക് വേണ്ടി ദൈവം സൂക്ഷിച്ചിരിക്കുന്നു. അപ്പോൾ ദൈവം ഈ ഭൂമിയെ റിന്യൂവേറ്റ് ചെയ്യുവാൻ പോകുന്നത് തീ കൊണ്ടായിരിക്കും. തീയാണ് അതിന്റെ മീഡിയ. ദൈവം തീ കൊണ്ട് അതിനെ പരിപൂർണമായിട്ട് ശുദ്ധീകരിക്കുവാൻ പോകുകയാണ്. ഈ ആകാശം ഭൂമിക്ക് പെർമനന്റ്ലി ഒരു മാറ്റം വരുന്നില്ല. പിന്നെയോ എന്തുവരെ മാറ്റപ്പെടും? 2 Peter chapter 3, 2 പത്രോസ് 3-ാം അധ്യായം അതിന്റെ 10ാമത്തെ വാക്യം വീണ്ടും ഒരിക്കൽ കൂടെ. ഭൂമിയും അതിലെ പണികളും, അണ്ടർലൈൻ ദാറ്റ് വേഴ്സ്, ഭൂമിയും അതിലെ പണികളും. അപ്പോൾ അത് മുഴുവനാണ് വെന്തു പോകുവാനായിട്ട് പോകുന്നത്. തീ ശുദ്ധീകരിക്കുവാൻ പോകുന്നത് ഭൂമിയുടെ സകല പണികളെ. അതുകൊണ്ടാണ് ഞാൻ ഇപ്രകാരം അത് വ്യാഖ്യാനിച്ചത്. മനുഷ്യന്റെ കൈ എവിടെ വരെ ചെന്നിട്ടുണ്ട് അവിടെ വരെ ദൈവം അതിനെ ശുദ്ധീകരിക്കുവാൻ പോകുകയാണ്. ദൈവം അതിനെ ശുദ്ധീകരിക്കുവാൻ പോകുമ്പോൾ ദൈവം ശുദ്ധീകരിക്കുന്നത് തീ കൊണ്ടായിരിക്കും. ഈ തീ കൊണ്ടുള്ള ശുദ്ധീകരണം എന്ന് പറയുന്നത് ഈ ഭൂമിക്ക് ഒരു വലിയ മാറ്റമായിരിക്കും വരുന്നത്. ആകാശത്തിന് ഒരു വലിയ മാറ്റമാണ് വരുന്നത്. അതാണ് ദൈവത്തിന്റെ ദാസൻ നോക്കി ഇപ്രകാരം പറയുന്നത്, ഞാൻ പുതിയ ആകാശവും പുതിയ ഭൂമിയും കണ്ടു.
അപ്പോൾ തന്റെ കാഴ്ചപ്പാടിൽ തന്നെ ഒരു പുതുക്കപ്പെട്ടതായിരിക്കുന്ന ഒരു അനുഭവം, സംതിങ് വാല്യുബിൾ, സംതിങ് പ്രത്യേകമായിട്ടിരിക്കുന്ന എന്തോ ഒന്ന്, ഒരാകാശം ഭൂമിയും കടന്നു വരുവാനായിട്ട് പോകുന്നു. നമ്മൾ ചിന്തിപ്പിച്ച നിർത്തിയ വിഷയം, തീ കൊണ്ട് ഇതിനെ ശുദ്ധീകരിക്കുമ്പോൾ എന്തായിരിക്കും ഇവിടെ സംഭവിക്കുന്നത്? പ്രധാനമായിട്ട് ഒന്ന് നമ്മൾ ചിന്തിച്ചത്, ഈ ആദ്യം ഏദൻ തോട്ടത്തിൽ ഈ ലൂസിഫറിനെ ആക്കുന്ന സമയത്ത് എപ്രകാരമുള്ള ഒരു ഭൂമി ആയിരുന്നു അന്ന്, അതേ അവസ്ഥയിലേക്ക് ഈ ഇളകാത്ത രാജ്യം കടന്നു വരുവാൻ പോകുകയാണ്. അഥവാ ഒന്നാമത്തെ രാജ്യവും നാലാമത്തെ രാജ്യവും രണ്ടും ഏകദേശം സെയിം ആയിരിക്കും. എങ്ങനെയായിരിക്കും ദൈവം ഇവിടെ ചെയ്യുന്നത്? വേദപുസ്തകം പറയുന്നു, തീ കൊണ്ട് അതിനെ ശുദ്ധീകരിക്കുവാൻ പോകുകയാണ്. നമ്മൾ കഴിഞ്ഞ ദിവസം അവസാനിപ്പിച്ചത് ഈ പുതിയ ആകാശവും പുതിയ ഭൂമിയിലും എന്തില്ല എന്നുള്ളതാണ് നമ്മൾ ചിന്തിച്ച് അവസാനിപ്പിച്ചത്. അതിനാധാരമായിട്ട് റെവലേഷൻ ചാപ്റ്റർ 21 വേഴ്സ് 1, റെവലേഷൻ 21 വേഴ്സ് 1, ഞാൻ പുതിയ ആകാശവും പുതിയ ഭൂമിയും കണ്ടു. സമുദ്രം ഇനിയില്ല. അപ്പോൾ സമുദ്രം ഇനിയില്ല എന്ന് ദൈവത്തിലെ ദാസൻ മനസ്സിലാക്കുന്നു. അതിന്റെ അർത്ഥം അന്നത്തെ ഭൂമിയിൽ വെള്ളമില്ലെന്നല്ല, പിന്നെയോ സമുദ്രം ഇല്ല. പിന്നീട് എന്തുണ്ട്? വെളിപ്പാട് പുസ്തകം ചാപ്റ്റർ 22 വേഴ്സ് നമ്പർ 1 and 2. പുറപ്പെടുന്നതായി പളുങ്ക് പോലെ ശുദ്ധജല നദി, ജീവജല നദി അവനെ കാണിച്ചു തന്നു. അപ്പോൾ എന്തുണ്ട്? പുതിയ ഭൂമിയിൽ വെള്ളമുണ്ട്. ആ വെള്ളം എവിടുന്ന് ഒഴുകി വരുന്നതാണോ? കുഞ്ഞാടിന്റെ സിംഹാസനത്തിന്റെ കീഴിൽ നിന്ന് ഒഴുകി വരുന്നതാണ്. ഈ വെള്ളത്തിന് എന്താണ് കൊടുക്കുന്നത്? ജീവജല നദിയാണ് ഉള്ളത്. അപ്പോൾ ആ പുതിയ ഭൂമിയിൽ സമുദ്രം ഇല്ല എന്ന് പറയുമ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം നമ്മൾ ചിന്തിച്ചു, സമുദ്രം എന്ന് പറയുന്നത് ഈവിളിനെ, ദുഷ്ടതയെ ചൂണ്ടിക്കാണിക്കുന്നു. റെവലേഷൻ ചാപ്റ്റർ 13 വേഴ്സ് 1, യെശയ്യാ ചാപ്റ്റർ 57 വേഴ്സ് 20. ഒരിക്കൽ കൂടെ യെശയ്യാ 57:20 എന്ന് വായിച്ചാട്ട്. ദുഷ്ടന്മാരോ കലങ്ങി മറിയുന്ന കടൽ പോലെയാകുന്നു. അപ്പോൾ ഒരു വിക്കറ്റ് മാൻ, ഒരു ദുഷ്ടനെ ചിത്രീകരിച്ചിരിക്കുന്നത് കടലിനോട് തുല്യമായിട്ടാണ്. വേദപുസ്തകം പഠിക്കുമ്പോൾ അതിൽ വലിയ പ്രാധാന്യതകളുണ്ട്. കഴിഞ്ഞ ദിവസം നമ്മൾ മനസ്സിലാക്കി, വെളിപ്പാട് പുസ്തകം 13-ാം അധ്യായത്തിൽ ആന്റി ക്രൈസ്റ്റ് വെളിപ്പെടുവാൻ പോകുന്നത് സമുദ്രത്തിൽ നിന്നാണ് എന്ന് പറഞ്ഞാൽ കടലിൽ നല്ല പുള്ളി കടന്നു വിടുവാൻ പോകുന്നത്. പിന്നെയോ സമുദ്രം ഒരു സിംബോളിക്കായിട്ട് കാണിച്ചിരിക്കുകയാണ്. അപ്പോൾ കടല് എന്ന് പറയുന്നത് ദുഷ്ടതയെ ചൂണ്ടിക്കാണിക്കുന്നു. അപ്പോൾ എന്തില്ല? പുതിയ ഭൂമിയിൽ സമുദ്രമില്ല. വേദപുസ്തകം നമ്മൾ പഠിക്കുമ്പോൾ പ്രധാനമായിട്ട് 7 കാര്യങ്ങൾ ഈ പുതിയ ഭൂമിയിൽ ഇല്ല എന്നുള്ളത് നമുക്ക് കാണുവാൻ സാധിക്കും. 7 things, 7 no more in the new heaven and new earth. പുതിയ ആകാശവും പുതിയ ഭൂമിയിലും 7 കാര്യങ്ങളില്ല. ഒന്നാമത് ഇല്ല എന്ന് പറയുന്നതാണ് നോ മോർ സീ, സമുദ്രമില്ല. അതാണ് നമ്മൾ പഠിച്ചത്, സമുദ്രമില്ല. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കണം, സമുദ്രമില്ല എന്ന് പറയുമ്പോൾ ആദ്യമകാലത്ത് അഥവാ ലൂസിഫറിനെ ആക്കിയ സമയത്ത് ദൈവം കൊടുത്ത ശാപം, അത് ദൈവത്തിന്റെ വചനത്താൽ കടന്നു വന്ന ശാപമാണ് ഈ ഭൂമി സമുദ്രത്താൽ മൂടപ്പെടുവാൻ കാരണമായിത്തീർന്നത്. അത് ദൈവത്തിന് ഹിതമായിരുന്നില്ല. പിന്നെയോ അത് അവർ പാപം ചെയ്തുകൊണ്ട് സംഭവിച്ചു. അതുകൊണ്ട് എന്ത് സംഭവിച്ചു? ഇനിയുമുള്ള ലോകത്തിലേക്ക് കടന്നു വരുമ്പോൾ സമുദ്രമില്ല എന്ന് പറയുകയാണ്. രണ്ടാമതായിട്ട് റെവലേഷൻ ചാപ്റ്റർ 21 വേഴ്സ് 4, 21:4, അവൻ അവരുടെ കണ്ണിൽ നിന്ന് അപ്പോൾ രണ്ടാമത് കാണാത്തത് നോ മോർ ക്രൈയിങ്, കണ്ണുനീര് അവിടെയില്ല. പുതിയ ആകാശവും പുതിയ ഭൂമിയിലും കണ്ണുനീര് ഇല്ല. സന്തോഷത്തിന്റെ കണ്ണുനീര് കാണുമായിരിക്കാം, പക്ഷെങ്കിൽ ദുഃഖത്തിൽ നിന്ന് ഉടലെടുക്കുന്ന ആൾക്ക് കണ്ണുനീര് അവിടെയില്ല. എന്താ കണ്ണുനീര് ഇല്ലാതിരിക്കുവാനുള്ള കാരണം? ദൈവത്തിലെ തിരുവചനം പറയുന്നു, കർത്താവ് താൻ അവരുടെ കണ്ണിൽ നിന്ന് സകല കണ്ണുനീര് തുടച്ചു മാറ്റിക്കളയും.
അരുമനാഥനാകുന്ന യേശുവാണ് കണ്ണിൽ നിന്ന് കണ്ണുനീർ തുടച്ചു മാറ്റുന്നത്. തുടച്ചു മാറ്റി എന്ന് പറയുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കണം, യേശു ആരുടെ കണ്ണുനീർ തുടച്ചിട്ടുണ്ട്, പിന്നെ അവരെ കരയുവാനായിട്ട് യേശു അലവ് ചെയ്തിട്ടില്ല. ഏത് വിഷയത്തിൽ കരയുവാൻ കാരണമായി തീർന്നുവോ ആ കണ്ണുനീര് യേശു ഒപ്പിയിട്ടുണ്ടെങ്കിൽ ആ വിഷയത്തിന്മേൽ വിജയം കണ്ടിട്ടുണ്ട്. ഇന്ന് രാത്രി നമ്മൾ മനസ്സിലാക്കിക്കോണം, ചില വിഷയങ്ങൾക്ക് വേണ്ടി ദൈവസന്നിധിയിൽ നാം നിലവിളിക്കുമ്പോൾ, എന്റെയും നിങ്ങളുടെയും കണ്ണിൽ നിന്ന് കണ്ണുനീർ ധാരധാരയായിട്ട് ഒഴുകുമ്പോൾ, ഒരു പർട്ടിക്കുലർ സമയത്ത് എന്റെ കണ്ണുനീർ നിൽക്കുവാൻ കാരണമായി തീർന്നു. ഒരു വലിയ ആശ്വാസം എന്റെ ഉള്ളത്തിൽ കടന്നു വരുന്നുവെങ്കിൽ മനസ്സിലാക്കിക്കോണം, മനുഷ്യന്റെ കൈകൊണ്ടല്ല എന്റെ കണ്ണുനീർ തുടച്ചത്, സ്വർഗത്തിലെ ദൈവം തന്റെ കരം കൊണ്ട് എന്റെ കണ്ണുനീർ തുടച്ചു. സ്വർഗത്തിലെ ദൈവം തന്റെ കരം കൊണ്ട് എന്റെ കണ്ണുനീർ തുടച്ചുവെങ്കിൽ അതിന്റെ അർത്ഥം ആ വിഷയത്തിന്മേൽ ഇനി കരയുവാനായിട്ട് ദൈവം ഒരിക്കലും അനുവദിക്കത്തില്ല. സ്വർഗത്തിലെ ദൈവം അതിന്മേല് അത്ഭുതകരമായ രീതിയിൽ ഉത്തരമയച്ചിട്ടുണ്ട്. കരമുയർത്തി ദൈവത്തിന് ഹല്ലേലൂയ പറഞ്ഞാട്ട്. എന്തില്ല പിന്നീട് അതേ തന്നെ അധ്യായം 21:4 നമ്മൾ വായിക്കുമ്പോൾ, നോ മോർ സോറോ, കഷ്ടത സങ്കടം അവിടെയില്ല. നോ മോർ സോറോ, സങ്കടം അവിടെയില്ല. നിങ്ങൾ മനസ്സിലാക്കണം, പുതിയ ആദമിനെ സൃഷ്ടിക്കുന്ന കാലത്ത് ഈ വക കാര്യങ്ങളൊന്നും അന്ന് ലോകത്തിലായിരുന്നു. ആദം വിയർപ്പോടു കൂടി ആയിരുന്നില്ല ഭക്ഷണം കഴിച്ചത്. പിന്നെയോ ദൈവം സമൃദ്ധി അവർക്ക് കൊടുത്തിരിക്കുകയായിരുന്നു. ആ സുഖകരമായിരിക്കുന്ന ഒരു ജീവിതമാണ് നയിച്ചത്. മനുഷ്യന്റെ പാപമാണ് സകല സങ്കടങ്ങൾ കടന്നു വരുവാൻ കാരണമായി. നാലാമത്തത്, നോ മോർ പെയിൻ, വേദന ഇനിയുമില്ല. Revelation chapter 21 verse 4 and Genesis 3:16. പാപത്തിന് ശേഷം ദൈവം മനുഷ്യന് കൊടുക്കുന്ന ഒരു ശാപമാണ്, നീ വേദനയോടെ മക്കളെ പ്രസവിക്കും. വേദന, പെയിൻ. അഞ്ചാമതായിട്ട് നോ മോർ ഡെത്ത്, ഇനി മരണമുണ്ടാകുകയില്ല. ചാപ്റ്റർ 21 verse 4, 21:4. ഇനി മരണമുണ്ടാകുകയില്ല. ഇവിടെയാണ് പാമ്പിന് കൊടുത്തതായിരിക്കുന്ന ശാപവാക്യങ്ങൾ, മനുഷ്യന് കൊടുത്തതായിരിക്കുന്ന അനുഗ്രഹങ്ങൾ നിറവേറ്റപ്പെടുവാൻ പോകുന്ന സമയം. ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായം 19-ാമത്തെ വാക്യം. ആദമിനോട് സ്വർഗ്ഗത്തിൽ ദൈവം പറഞ്ഞു, നീ പൊടിയാകുന്നു, നീ പൊടിയിലേക്ക് തിരികെ ചേരും എന്ന് പറഞ്ഞാൽ നീ മരിച്ചു പോകും. പക്ഷേ ആ മരണം പരിപൂർണമായി മാറ്റപ്പെടുന്ന, ഇനി ഒരിക്കലും മരിക്കാതിരിക്കുന്ന ഒരു സമയമായിരിക്കും പുതിയ ആകാശവും പുതിയ ഭൂമിയും കടന്നു വരുമ്പോൾ. നിങ്ങൾ മനസ്സിലാക്കണം, 1000 ആണ്ട് വാഴ്ചയിൽ മരണം കുറവാണെങ്കിലും മരണം നടക്കുവാനിടയായിത്തീരും. മരണം അന്ന് ഇന്നത്തെ പോലെ കാണുകയില്ല. എന്നാൽ മരണം ഉണ്ടായിരിക്കും, വളരെ കുറവായിരിക്കും. എന്നാൽ പുതിയ ആകാശവും പുതിയ ഭൂമിയും കടന്നു വരുമ്പോൾ അവിടെ ഒരിക്കലും മരണമുണ്ടാകുകയില്ല. നെക്സ്റ്റ് പ്രത്യേകത, നോ മോർ കേഴ്സ്, ശാപം ഇനി അവിടെ ഉണ്ടാകുകയില്ല. Revelation chapter 22 verse 3. Revelation 22 verse 3. വെളിപ്പാട് 22:3. യാതൊരു ശാപവും ഇനി ഉണ്ടാകില്ല. നോ മോർ കേഴ്സ്. അപ്പോൾ ദൈവം സൃഷ്ടിക്കുന്ന പുതിയ ഭൂമിക്ക് യാതൊരു ശാപവും ഉണ്ടാകത്തില്ല. ഈ പ്രത്യേകമായിരിക്കുന്ന വാക്യം നമ്മൾ പഠിക്കുമ്പോൾ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം, സർവ സൃഷ്ടികൾ വരെ ദൈവത്തിന്റെ ശാപത്തിന് കീഴിൽ നിന്ന് വിടുതൽ പ്രാപിക്കുവാൻ വേണ്ടി കാത്തിരിക്കുക. വേദപുസ്തകം പറയുന്നു, ഈറ്റുന്നോവോടുകൂടെ അവർ കാത്തിരിക്കുന്നു. റോമൻസ് ചാപ്റ്റർ 8 verse 19. റോമർ 8:19. സൃഷ്ടി ദൈവപുത്രന്മാരുടെ വെളിപ്പാടിനെ ആകാംക്ഷയോടെ സൃഷ്ടി കാത്തിരിക്കുകയാണോ ദൈവപുത്രന്മാർ വെളിപ്പെടേണ്ടത്? താഴത്തെ ഭാഗം വാക്യം കൂടെ, സൃഷ്ടി ദ്രവത്വത്തിന്റെ ദാസ്യത്തിൽ നിന്ന് വിടുതലും ഇപ്പോൾ സർവ സൃഷ്ടിയും മായയ്ക്ക് കീഴ്പ്പെട്ടിരിക്കുക, എംപ്റ്റിനെസ്സിന് കീഴ്പ്പെട്ടിരിക്കുക. പക്ഷെ അതെല്ലാം ഈറ്റുനോവോടുകൂടെ കാത്തിരിക്കുന്ന ഒരു വിഷയമുണ്ട്,
ദൈവപുത്രന്മാരുടെ വെളിപ്പാട് അവർ കാണുവാനായിട്ട് ആഗ്രഹിക്കുന്നു. ദൈവപുത്രന്മാർ ഈ ഭാഗത്താണ് വെളിപ്പെടുവാനായിട്ട് പോകുന്നത്. പക്ഷേ ആ വെളിപ്പാട് സംഭവിക്കുമ്പോൾ എന്ത് സംഭവിക്കും? അവിടെ പറയുന്ന സൃഷ്ടികൾക്ക് മുഴുവൻ ദ്രവത്വത്തിന്റെ ദാസ്യത്തിൽ നിന്ന് വിടുതൽ പ്രാപിക്കുന്നു. ഒരു വൃക്ഷത്തെ നമ്മൾ എടുത്ത് പഠിച്ചു കഴിഞ്ഞാൽ ആ വൃക്ഷത്തിന് കൊണ്ട് ഒരു ആയുസ് കഴിയുമ്പോൾ അത് ദ്രവിക്കുവാനായിട്ടിടയായിത്തീരും. ലോകത്തിൽ ദൈവം സൃഷ്ടിച്ച ഏത് കാര്യങ്ങളും മെറ്റീരിയൽ കൊണ്ട് എന്തുണ്ടാക്കപ്പെട്ടിട്ടുണ്ട്? സകലത്തിനും ഒരു ടൈം ലിമിറ്റേഷൻസ് ഉണ്ട്. ആ ടൈം കഴിയുമ്പോൾ അതിന്റെ നാശത്തിലേക്ക് അത് കടന്നു പോകും. എന്നാൽ അതിന് ഒരു കാര്യം അറിയാം, ഇപ്പോൾ അവർ നശിക്കുവാനുള്ള പ്രധാനപ്പെട്ട കാരണമെന്ന് പറയുന്നത് ആദം ചെയ്ത പാപത്തിന്റെ അനന്തര ഫലമാണോ ഇപ്പോൾ തങ്ങൾ അനുഭവിക്കുന്നത്? പക്ഷേ അതിന് ഒരു കാര്യം കൂടെ അറിയാം, ദൈവപുത്രന്മാരുടെ വെളിപ്പാട് കടന്നു വരുമ്പോൾ ഞങ്ങൾക്കും ഒരു സ്വാതന്ത്ര്യം പ്രാപിക്കും. നമ്മൾ ഇത് മനസ്സിലാക്കിയിട്ടില്ല എങ്കിലും ദൈവം സൃഷ്ടിച്ചതായിരിക്കുന്ന ഈ ഭൂമി, സൃഷ്ടിച്ചതായിരിക്കുന്ന സകല ജീവജാലങ്ങൾ ദൈവപുത്രന്മാരുടെ ഒരു വെളിപ്പാട് വേണ്ടി കാത്തിരിക്കുന്നുവെങ്കിൽ ഞാനും നിങ്ങളും എത്രമാത്രം അതിനുവേണ്ടി ആകാംക്ഷയോടെ കാത്തിരിക്കേണ്ടവരാകുന്നു എന്നുള്ളത് ഞാനും നിങ്ങൾ മനസ്സിലാക്കേണ്ടത് വളരെ ആവശ്യമാണ്. എനിക്കും നിങ്ങൾക്കും അതിനെക്കുറിച്ചൊരു ബോധ്യമില്ല. ഈവൻ തോ നമ്മൾ ശാരീരമായി ദ്രവിച്ചുകൊണ്ടേ ഇരിക്കുന്നുവെങ്കിലും ദിവസങ്ങൾ മുൻപോട്ട് കടന്നു പോകുമ്പോൾ പല അവയവങ്ങൾ ദ്രവിക്കുന്നുണ്ട്, ഇത് സത്യമാണ്. പക്ഷെ എങ്കിലും നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും ഇപ്രകാരമുള്ള ഒരു കാഴ്ചപ്പാട് പോലും നമുക്ക് കാണുവാൻ സാധിക്കുന്നില്ല. എങ്കിലും സൃഷ്ടികൾക്ക് ഒരു കാര്യം അറിയാം, ഞങ്ങൾ ഇങ്ങനെ ദ്രവിച്ചു പോകേണ്ടവരല്ല, പിന്നെയോ ഞങ്ങളുടെ ഈ ദ്രവത്വത്തിൽ വിടുതൽ ഞങ്ങൾക്ക് ആവശ്യമാണ്. ആ സമയമെന്ന് പറയുന്നത് ദൈവപുത്രന്മാർ വെളിപ്പെടുന്നതായ സമയം, ദൈവപുത്രന്മാർ വെളിപ്പെടുവാൻ പോകുന്ന ഒരു സമയം. നമ്മൾ മനസ്സിലാക്കണം, സർവ സൃഷ്ടിയും അതിനുവേണ്ടി കാത്തിരിക്കുക. എന്തിനു വേണ്ടി? അവരുടെ ശാപത്തിൽ നിന്ന് ഒരു വിടുതൽ പ്രാപിക്കുവാൻ, ശാപത്തിൽ നിന്ന് ഒരു മോചനം പ്രാപിക്കുവാൻ. അതിനുവേണ്ടി ആ സൃഷ്ടികൾ വരെ കാത്തിരിക്കുന്നുവെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കണം, അത് ആഗ്രഹിക്കുന്നുവെങ്കിൽ എന്റെയും നിങ്ങളുടെ ജീവിതത്തിലോ എത്രമാത്രം എന്റെയും നിങ്ങളുടെ ശരീരത്തിന് വീണ്ടെടുപ്പിന് വേണ്ടി ഞാൻ നിങ്ങൾ കാത്തിരിക്കേണ്ടത് ആവശ്യമെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. അതുകൊണ്ടാണ് വെളിപ്പാട് പുസ്തകം അവസാനത്തിലേക്ക് കടന്നു വരുമ്പോൾ ദൈവത്തിന്റെ ദാസൻ കൊണ്ട് പറയുന്ന അവസാനിപ്പിക്കുന്ന ഒരു വേർഡുണ്ട്. ആ വേർഡാണ് ആമേൻ കർത്താവേ നീ വേഗം തരണമേ. ഇതാണ് ഒരു ദൈവവേദനയുടെ ആശ്വാസം എന്ന് പറയുന്നത്. ഇതാണ് ഒരു ദൈവവേദനയുടെ പ്രത്യാശ എന്ന് പറയുന്നത്. ഇതാണ് ഒരു ദൈവവേദനയുടെ ആഗ്രഹം എന്ന് പറയുന്നത്. അവരുടെ ജീവിതത്തിലോ അവരുടെ ആഗ്രഹങ്ങൾ നിറവേറ്റപ്പെടണമെങ്കിൽ, ഇന്നത്തെ അവസ്ഥകൾക്ക് നമുക്ക് മാറ്റം കടന്നു വരണമെങ്കിൽ അരുമനാഥനാകുന്ന യേശു വാനമേഘത്ത് കടന്നു വരാതെ സാധ്യമല്ല. ഞാൻ പറഞ്ഞ വേർഡ് നിങ്ങൾ മനസ്സിലാക്കണം. അരുമനാഥനാകുന്ന യേശു വാനമേഘത്ത് കടന്നു വന്നതുകൊണ്ട് ഈ സൃഷ്ടിക്ക് ദാസ്യത്തിൽ നിന്ന് വിടുതൽ പ്രാപിക്കുന്നില്ല. ഈ ദാസ്യത്തിൽ നിന്ന് വിടുതൽ പ്രാപിക്കപ്പെടുന്ന ഒരു സമയമെന്ന് പറയുന്നത് പുതിയ ആകാശവും പുതിയ ഭൂമിയും ലോകത്തിലേക്ക് കടന്നു വരുമ്പോഴാണ്. 1000 ആണ്ട് വാഴ്ച കഴിയുമ്പോൾ വീണ്ടും അതേ ഭൂമിക്ക് നാശങ്ങൾ കടന്നു വരുവാനായിട്ട് സാധിക്കും. അതും പേർഷ്മെന്റ് വേണ്ടി, നാശത്തിന് വേണ്ടി ഒരുക്കപ്പെട്ടിരിക്കുക. എന്നാൽ പുതിയ ആകാശവും പുതിയ ഭൂമിയും കടന്നു വരുമ്പോൾ അതോടുകൂടെ ശാപമെന്ന് പറയുന്നത് ഈ ഭൂമിയിൽ നിന്ന് എന്നേക്കുമായിട്ട് മാറ്റപ്പെടുകയാണ്. അവിടെ ആയിരിക്കും ദൈവം ഭൂമിയെ കൊടുത്തതായ ശാപത്തിൽ നിന്ന് ഭൂമി വിമുക്തമാക്കപ്പെടുന്ന സമയം എന്ന് പറയുന്നത്. 7ാമത് എന്തില്ല? നോ മോർ നൈറ്റ്സ്. രാത്രി അവിടെയില്ല. റെവലേഷൻ ചാപ്റ്റർ 22 വേഴ്സ് 5. ഇനി രാത്രി ഉണ്ടാകുകയില്ല, ദൈവമായ കർത്താവ് അവരുടെ മേൽ പ്രകാശിക്കുന്നത് കൊണ്ട്. വിളക്കിന്റെ ആവശ്യമോ സൂര്യന്റെ വെളിച്ചമോ അവർക്ക് ആവശ്യം. നിങ്ങൾ ഈ ഭാഗം നിങ്ങൾ ശ്രദ്ധിക്കണം. അവിടെ ഇരുട്ടുണ്ടാകത്തില്ലെന്നല്ല അതിന്റെ അർത്ഥം. ദൈവത്തിന്റെ തിരുവചന ഇപ്രകാരം ദൈവം കൽപ്പിക്കുകയുണ്ടായി. നോഹയ്ക്കൊരു വാക്ക് കൊടുത്തപ്പോൾ ദൈവം നോഹയോട് ഇപ്രകാരം പറഞ്ഞു, ഈ ഭൂമിയുള്ള കാലത്തോളം മഴയും പിന്നെ മഞ്ഞും ചൂടും തണുപ്പും പല കാലങ്ങൾ ഒരിക്കലും ഇല്ലാതിരിക്കത്തില്ല. അതൊരിക്കലും നിന്നു പോകുകയില്ല. ദൈവം നോഹയ്ക്ക് കൊടുത്ത വാഗ്ദത്തത്തിൽ ഒന്നാണ്, ഈ ഭൂമി നിലനിൽക്കുന്നിടത്തോളം കാലം വിവിധ കാലാവസ്ഥകൾ ഉണ്ടായിരിക്കുമെന്ന് പറയുന്നത്. അപ്പോൾ കാലാവസ്ഥ ഉണ്ടാകണമെങ്കിൽ വളരെ ആവശ്യമാണോ സൂര്യനും ചന്ദ്രനും? അങ്ങനെയെങ്കിൽ ദൈവത്തിന്റെ തിരുവചനം പറയുന്നു രാത്രി ഉണ്ടാകത്തില്ല എന്ന് പറയുവാൻ കാരണമുണ്ട്. അന്ന് രാത്രി ഉണ്ടാകത്തില്ലെന്നല്ല, സൂര്യൻ ഉദിച്ചിട്ട് അസ്തമിക്കത്തില്ലെന്നല്ല,
ചന്ദ്രൻ ഉദിച്ചിട്ട് അസ്തമിക്കത്തുള്ള നല്ല ഇന്നത്തെ പോലെ തന്നെ അന്നും ഈ ഭൂമിയിൽ സൂര്യനും ചന്ദ്രനും ഉദിക്കുകയും അസ്തമിക്കുകയും ചെയ്യും. എന്നാൽ ഇരുട്ടുണ്ടാകത്തില്ല, രാത്രി ഉണ്ടാകത്തില്ല പറയുന്നതിന് ഒരു കാരണമുണ്ട്. അവിടെ വെളിച്ചം കൊടുക്കുന്നത് ഇന്നത്തെ സൂര്യനോ ചന്ദ്രനോ അല്ല. സൂര്യന്റെയോ ചന്ദ്രന്റെയോ വെളിച്ചത്തിന് അവിടെ യാതൊരു വെളിച്ചം കൊടുക്കുവാൻ സാധ്യമല്ല. പിന്നീട് അന്ന് വെളിച്ചം കൊടുക്കുന്നത് ദൈവമായിരിക്കുന്ന കുഞ്ഞാട് അതിന്റെ വിളക്കായതുകൊണ്ട് അവിടെ സൂര്യന്റെയോ ചന്ദ്രന്റെയോ വെളിച്ചത്തിന് ആവശ്യമില്ലെന്നുള്ളതാ പറയുന്നത്. മനോഹരമായിരിക്കുന്ന സൂര്യൻ നല്ല ഉച്ച സമയത്ത് ഉദിച്ചു നിൽക്കുമ്പോൾ 12 മണി സമയത്ത് വെളിയിലോട്ട് ഇറങ്ങിയിട്ട് ഒരു മെഴുകുതിരി കത്തിച്ചു നിൽക്കുന്ന അനുഭവമായിരിക്കും അന്നത്തെ സൂര്യന്റെയും ചന്ദ്രന്റെയും അനുഭവം എന്ന് പറയുന്നത്. കോടാനുകോടി സൂര്യനേക്കാൾ തേജസ്സിൽ ഉദിച്ചു നിൽക്കുന്ന അരുമനാഥനാകുന്ന യേശുവിന്റെ ശോഭ ആ ലോകം മുഴുവൻ പ്രസരിച്ചു കൊണ്ടിരിക്കുമ്പോൾ അതിന്റെ മുൻപിൽ നിൽക്കുന്ന സൂര്യന് ഒരു മെഴുകുതിരിയുടെ വെളിച്ചം പോലും കൊടുക്കുവാനായിട്ട് സാധ്യമല്ല. അതാണ് അതിന്റെ പ്രത്യേകത. ഇവിടെ എപ്പോൾ സംഭവിക്കും, എന്ന് സംഭവിക്കും? ദൈവത്തിന്റെ തിരുവചനം പറയുന്നു, അത് സംഭവിക്കുന്നത് ദൈവപുത്രന്മാരുടെ വെളിപ്പാട് നടക്കുമ്പോൾ അത് സംഭവിക്കും. അതോടുകൂടെ എന്ത് മാറ്റപ്പെടും? രാത്രി അങ്ങ് മാറ്റപ്പെടും. മനുഷ്യന്റെ അവസ്ഥകൾക്ക് ദൈവം പരിപൂർണമായി മാറ്റം കൊടുക്കും. 7 കാര്യങ്ങൾ ഇല്ല എന്ന് ദൈവം പറയുമ്പോൾ പ്രധാനമായിട്ട് നമ്മൾ മനസ്സിലാക്കുന്ന ഒരു ഭാഗം നമ്മൾ ചിന്തിക്കുന്നത് എന്താ ഇവിടെ സംഭവിക്കുന്നത്? ഈ 7 കാര്യങ്ങൾ കടന്നു വരുവാനുള്ള കാരണമെന്ന് പറയുന്നത് പാപമാകുന്നുവെങ്കിൽ ഈ പാപം പരിപൂർണമായി ലോകത്തിൽ നിന്ന് മാറ്റപ്പെടും. നിങ്ങൾക്കറിയാം, ഈ പുതിയ ആകാശം പുതിയ ഭൂമി സൃഷ്ടിക്കുന്നതിന് മുമ്പ് പിശാചിനെ ഗന്ധം കത്തുന്ന തീപ്പൊയ്യിലേക്ക് വലിച്ചെറിയുന്നു. കള്ളപ്രവാചകനും അതോടൊപ്പം തന്നെ എതിർക്രിസ്തുവിനെയും ഗന്ധകം കത്തുന്ന തീപ്പൊയ്യിലേക്ക് 1000 വർഷം മുമ്പ് വലിച്ചെറിഞ്ഞു കളഞ്ഞു. പിശാചിനോടുകൂടെ വീണുപോയത് ദൂതന്മാരെ പിശാചിനോടുകൂടെ ഗന്ധകം കത്തുന്ന തീപ്പൊയ്യിലേക്ക് വലിച്ചെറിഞ്ഞു. ഈ ലോകത്തെ ദൈവം റിനിവേറ്റ് ചെയ്തു. ബാക്കി ജീവിക്കുന്ന ദൈവമക്കളുടെ ശരീരം ദൈവം റിനിവേറ്റ് ചെയ്തു. പിന്നീട് ഇനി പാപത്തിന് യാതൊരു സാധ്യതയില്ല. ഈ ലോകത്തിൽ പാപം കൊണ്ടുവരുന്നത് ദൈവമക്കളുടെ ശത്രുക്കൾ എന്ന് പറയുന്ന 3 ഒന്ന് ജഡം, പിന്നെ ലോകം, പിശാചിനെ പരിപൂർണമായി മാറ്റി, ലോകത്തെ പരിപൂർണമായി രൂപാന്തരപ്പെടുത്തി, ജഡത്തെയും പരിപൂർണമായി രൂപാന്തരപ്പെടുത്തി. പിന്നീട് എന്തില്ല? ഇനി പാപത്തിന്റെ ഒരു ചിന്ത പോലും അന്ന് ലോകത്തിൽ കാണത്തില്ല. അത്രമാത്രം പെർഫെക്റ്റ് ആയിരിക്കുന്ന ഒരവസ്ഥയിലേക്ക് കടന്നു വരുമ്പോൾ ആ പെർഫെക്ഷൻ 5 കാര്യങ്ങളെ നമുക്ക് കൊണ്ടുതരുന്നു. 5 things, 5 പെർഫെക്ഷൻ. പുതിയ യെരൂശലേമിലുള്ള 5 പൂർണ്ണത. അതിന്റെ ഒന്നാമത്തെ പൂർണ്ണതയാണ് പെർഫെക്റ്റ് കമ്മ്യൂണിയൻ. Revelation chapter 21 verse 4. Verse 3 and 4. 21, 3, 4 വാക്യം. ഇതാ മനുഷ്യരോടുകൂടെ ദൈവത്തിന്റെ കൂടാരം. യെസ്, അവൻ അവരോടുകൂടെ വസിക്കും. നിങ്ങൾ മനസ്സിലാക്കണം, ഒരു പെർഫെക്റ്റ് കമ്മ്യൂണിയൻ ആണോ, ഒരു ഫെലോഷിപ്പ് ആണോ ഇവിടെ ലഭിക്കുന്നത്? ആരും ആരോടുകൂടെ? ഇതാ മനുഷ്യരോടുകൂടെ ദൈവത്തിന്റെ കൂടാരം. വെളിപ്പാട് പുസ്തകത്തിൽ ഇതാ എന്നുള്ള വേർഡ് പറയുമ്പോൾ ആ സംഭവത്തിന് ഒരു വലിയ അർത്ഥമുണ്ട്. സാധാരണപ്പെട്ട ഒരു വിഷയത്തിന് വേണ്ടിയല്ല ഇതാ എന്ന് പറയുന്നത്. ഇതാ എന്ന് പറയുമ്പോൾ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് അസാധാരണമായിരിക്കുന്ന ഒരു വിഷയം നടക്കുന്നതിനെയാണോ ഇതാ എന്നുള്ള വേർഡിൽ ചൂണ്ടിക്കാണിക്കുന്നത്? ദൈവത്തിന്റെ ദാസൻ നോക്കിയിട്ട് പറയും, ഇതാ മനുഷ്യരോടുകൂടെ ദൈവത്തിന്റെ കൂടാരം. നമ്മൾ മനസ്സിലാക്കണം, നാം ഇന്ന് അനുഭവിക്കുന്ന റിലേഷൻഷിപ്പ്, ദൈവത്തോടുള്ള ബന്ധമെന്ന് പറയുന്നത് ഒരു ടൈം ബീയിങ് ഉള്ള റിലേഷൻഷിപ്പാണ്. അല്പനിമിഷങ്ങൾ ദൈവത്തോടു കൂടെ ചേർന്നായിരിക്കുമ്പോൾ എനിക്കും നിങ്ങൾക്കും ലഭിക്കുന്നതായിരിക്കുന്ന അതിന്റെ സ്വീറ്റ്നെസ്, അതിന്റെ മധുരിമ, അത് എത്ര വലുതാകുന്നുവെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കണം, നിത്യകാലം കർത്താവിനോടുകൂടി ജീവിക്കുമ്പോൾ അതിന്റെ ബ്യൂട്ടി എത്ര വലുതായിരിക്കും. ദൈവത്തിന്റെ നല്ല കൃപയിലൊന്ന് നിറഞ്ഞു നിന്ന് ദൈവത്തിന്റെ സാന്നിധ്യം ശക്തമായി വെളിപ്പെടുന്ന സമയത്ത് നാം മനസ്സുകൊണ്ട് ഒന്നാഗ്രഹിക്കും, എന്റെ ദൈവമേ, ഈ സാന്നിധ്യം എന്നെ വിട്ടു പോകരുത്. അല്പസമയം കഴിയുമ്പോൾ ആ സാന്നിധ്യം വിട്ട് മാറ്റപ്പെടുമെങ്കിൽ
ഒരു സമയം കടന്നു വരികയാണ്, ഒരിക്കലും മാറാത്ത സാന്നിധ്യത്തോടുകൂടെ അരിമനാഥനാകുന്ന യേശു ഇതാ തന്റെ ജനത്തോടുകൂടെ ആയിരിക്കുന്ന ഒരു പൂർണ്ണമായിരിക്കുന്ന അനുഭവം, ഏറ്റവും പെർഫെക്റ്റ് ആയിരിക്കുന്ന ഒരു ഫെലോഷിപ്പ്, ഏറ്റവും പെർഫെക്റ്റ് ആയിരിക്കുന്ന ഒരു കൂട്ടായ്മ നടക്കുവാൻ പോകുന്ന സമയം അവിടെയാ. ദൈവം എന്തിനു വേണ്ടി ദൂതന്മാരെ ആക്കി, അവരെ തള്ളിക്കളഞ്ഞിട്ട് എന്തിനു മനുഷ്യനെ ആക്കി? ദൈവത്തിന്റെ ആ പർപ്പസ് നിറവേറ്റപ്പെടുവാൻ പോകുന്ന ഏറ്റവും ശ്രേഷ്ഠമായിരിക്കുന്ന സമയമായിരിക്കും 21-ാം അധ്യായത്തിൽ നടക്കുവാൻ പോകുന്ന പെർഫെക്റ്റ് ഫെലോഷിപ്പ്. ദൈവം ആഗ്രഹിച്ചത്, പുറപ്പാട് പുസ്തകം നിങ്ങൾക്കറിയാം, ഞാൻ അവരുടെ നടുവിൽ വസിക്കേണ്ടതിനോ അവർ എനിക്കൊരു നിവാസം ഉണ്ടാക്കണം. ഇതായിരുന്നു ദൈവത്തിന്റെ ആഗ്രഹം, അവരുടെ നടുവിൽ വസിക്കേണ്ടതിനോ. ദൈവത്തിന്റെ ആഗ്രഹത്തിന്റെ ഫുൾഫിൽമെന്റ് ആയിരിക്കും പുതിയ ആകാശവും പുതിയ ഭൂമിയും ഈ ലോകത്തിൽ കടന്നു വരുമ്പോൾ സംഭവിക്കുവാൻ പോകുന്നത്. അന്ന് ദൈവത്തിന് മാറി നിൽക്കേണ്ട കാര്യമില്ല. കാരണം ഈ നിൽക്കുന്ന സകല വിശുദ്ധന്മാരും അവരിൽ കൂടെ വെളിപ്പെടുവാൻ ഇടിയായിത്തീരുന്നത് യേശുക്രിസ്തുവിന്റെ തേജസ്സാകയാൽ യേശുവിന്റെ തേജസ്സിന്റെ അടുക്കിലേക്ക് കടന്നു ചെല്ലുവാൻ തക്കവണ്ണം ഭയപ്പെടേണ്ട യാതൊരു ആവശ്യവും അവർക്കില്ല. നമ്മൾ മുമ്പ് വായിച്ച വാക്യം പ്രകാരമാണ് പറയുന്നത്, കുഞ്ഞാടിന്റെ വിളക്ക്, കുഞ്ഞാടിന്റെ വിളക്ക, ആ വിളക്കാണ് എന്റെ മേൽ പ്രകാശിക്കുന്നത്. എന്നിൽ കൂടെ വെളിപ്പെടുന്നത് കുഞ്ഞാടിന്റെ തേജസ്സായിരിക്കും. അതായിരിക്കും അന്നത്തെ പ്രത്യേകത. അതുകൊണ്ട് ദൈവത്തിന്റെ തേജസ്സിനെ വെളിപ്പെടുത്തുന്ന ഒരു പാത്രമായി ഞാൻ മാറ്റപ്പെടുമ്പോൾ, ദൈവത്തിന്റെ തേജസ്സിന്റെ അടുക്കലേക്ക്, ദൈവത്തിന്റെ വളരെ ക്ലോസ് ടു ഹിം, വളരെ അടുത്ത് ദൈവത്തിന്റെ മാർവോട് ചേർന്നുകൊണ്ട് എന്റെ അപ്പച്ച എന്ന് വിളിക്കുവാൻ തക്കവണ്ണമുള്ള ശ്രേഷ്ഠമായിരിക്കുന്ന ഒരു പദവിയായിരിക്കും അന്ന് നമുക്ക് ലഭിക്കുവാൻ പോകുന്നത്. കാരണം ഭയപ്പെടേണ്ട യാതൊരു ആവശ്യമില്ല, അകന്നു നിൽക്കേണ്ട യാതൊരു ആവശ്യമില്ല. നിത്യകാലങ്ങൾ അരുമനാഥനാകുന്ന യേശുവിനോടുകൂടെ ചേർന്നിരിക്കുന്ന കാലങ്ങൾ. രണ്ടാമത്തെ പെർഫെക്ഷൻ, പെർഫെക്റ്റ് വർഷിപ്പ്, പൂർണ്ണമായിരിക്കുന്ന ഒരു ആരാധന. അന്നായിരിക്കും യഥാർത്ഥമായിരിക്കുന്ന ആരാധന, ദൈവം ആഗ്രഹിക്കുന്ന ആരാധന വെളിപ്പെടുന്ന ഒരു സമയം അതായിരിക്കും. Revelation chapter 21 verse 3. വീണ്ടും Praise God. ദൈവം താൻ അവരുടെ ദൈവമായി അവരോടുകൂടെ ഇരിക്കും. എന്താണ് ദൈവത്തോടുകൂടെ ഇരിക്കുമ്പോൾ സംഭവിക്കുന്ന പ്രാധാന്യത? ദൈവം ആഗ്രഹിക്കുന്നത് ഒന്ന്, എക്സ്പെക്ട് വർഷിപ്പ്. ദൈവം ആഗ്രഹിക്കുന്ന ആരാധനയാണ്. അപ്പോൾ അന്ന് വെളിപ്പെടുവാൻ പോകുന്നത് ഒരു പെർഫെക്റ്റ് വർഷിപ്പ്. നമ്മൾ ഇന്ന് ചെയ്യുന്നത് പലതും അപൂർണമാണ്. നിങ്ങൾക്കറിയാം, ഒരു പുരോഹിതൻ ശുശ്രൂഷയ്ക്ക് പഴയ നിയമത്തിൽ ആലയത്തിലേക്ക് കടക്കുമ്പോൾ ആ വ്യക്തിയും കൊണ്ട് ചെല്ലേണ്ടത് രക്തവുമായിട്ടാണ്. കാരണം അദ്ദേഹത്തിന്റെ ഏതെങ്കിലും പാപങ്ങൾ ഉണ്ടെങ്കിൽ അതിൽ മരിക്കാതിരിക്കേണ്ടതിനാണ് രക്തവും ചുമന്നുകൊണ്ട് കടന്നു പോകുന്നത് എന്ന് പറഞ്ഞാൽ, ഈ കയറിപ്പോകുന്ന വ്യക്തി ദൈവത്തെ ആരാധിക്കുവാൻ കടന്നു ചെല്ലുമ്പോൾ അപൂർണതയാണ് അവിടെ വെളിപ്പെടുന്നത്. എന്നാൽ പൂർണ്ണതയിലുള്ള ഒരു ആരാധനയായിരിക്കും പുതിയ ആകാശവും പുതിയ ഭൂമിയും കടന്നു വരുമ്പോൾ സംഭവിക്കുന്നത്. ദൈവത്തെ മുഖാമുഖം കണ്ടുകൊണ്ട്. ജീസസ്, നിങ്ങൾ മനസ്സിലാക്കണം, ആരാധനയുടെ പ്രാധാന്യത അതാ. എന്തെങ്കിലും ഒന്നുമില്ലാതെ വെറുതെ നിന്നുകൊണ്ട് ദൈവത്തെ നന്ദി പറയുക എന്നുള്ളതല്ല ദൈവം ആഗ്രഹിക്കുന്നത്. വേദപുസ്തകം പറയുന്നു, അവന്റെ മുഖം കണ്ടുകൊണ്ട് അവർ അവനെ ആരാധിക്കും. ഇന്ന് ഹൃദയ കണ്ണിൽ കൊണ്ട് ദൈവത്തെ ആരാധിക്കുമ്പോൾ, ഹൃദയ കണ്ടുകൊണ്ട് കണ്ടെന്റെ ദൈവത്തെ ഞാൻ ആരാധിക്കുന്നത് പോലെ തന്നെ അന്ന് ആരാധിക്കുമ്പോൾ ആരാധനയുടെ പ്രത്യേകത, ഞാൻ അങ്ങോട്ട് നോക്കുമ്പോൾ എൻ്റെ ദൈവത്തിന്റെ മുഖമാണ് ഞാൻ കാണുന്നത്. എൻ്റെ ദൈവത്തിന്റെ മുഖം കണ്ടുകൊണ്ട് ഞാൻ ആരാധിക്കുമ്പോൾ ഒന്ന് മനസ്സിലാക്കണം. ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കും, നമ്മുടെ യാതൊരു യോഗ്യത കൊണ്ടല്ല ഞാൻ ആരാധിക്കുന്നത്. വെളിപ്പാട് പുസ്തകം 5-ാം അധ്യായത്തിൽ പറയുന്നത് പോലെ, നീ അറുക്കപ്പെട്ടു നിന്റെ രക്തം കൊണ്ട് സർവഗോത്രത്തിലും ഭാഷയിലും വംശത്തിലും ജാതിയിൽ നിന്നുള്ളവരെ ദൈവത്തിനായി വിലയ്ക്ക് വാങ്ങി. അതാണ് ആരാധനയുടെ മാധുര്യമ. നമ്മുടെ യോഗ്യതയിൽ നിന്നുകൊണ്ടല്ല നമ്മൾ ആരാധിക്കുന്നത്. കുഞ്ഞാടിന്റെ രക്തത്തിന്റെ വിലയിൽ നിന്നുകൊണ്ടാണ് അന്നും ദൈവത്തെ ആരാധിക്കുന്നത്. അന്നും ദൈവത്തെ മഹത്വപ്പെടുത്തുന്നത് അതിൽ കൂടെയാ. കുഞ്ഞാടിന്റെ രക്തം ഒഴിച്ചുവെച്ച ഒരു ആരാധനയില്ല.
ദൈവത്തിന്റെ അടുക്കിലേക്ക് കടന്നു ചെല്ലണമെങ്കിൽ ഏക മാർഗം അരുമനാഥനാകുന്ന യേശുവല്ലാതെ മറ്റൊരു മാർഗമില്ല. അതാണ് ദൈവത്തിന്റെ അടുക്കിലേക്ക് എന്നെ അടുപ്പിക്കുന്നത്. ഞാൻ എത്രത്തോളം വിശുദ്ധനായി തീർന്നാലും, എന്റെ ശരീരം മുഴുവൻ ദൈവത്തിന്റെ ദിവ്യ ശോഭയാൽ മൂടപ്പെട്ടാലും, അതിന്റെ അർത്ഥം ഞാനൊരു സ്വന്തം കഴിവിൽ നിന്നുകൊണ്ട് ദൈവത്തെ ആരാധിക്കുന്നതല്ല. എന്റെ അരുമനാഥനാകുന്ന യേശുക്രിസ്തുവിൽ കൂടെ മാത്രമേ ദൈവത്തെ ആരാധിക്കത്തുള്ളൂ. നിങ്ങൾ മനസ്സിലാക്കണം, അത് വിട്ടേച്ച് എനിക്കൊരു ആരാധന സ്ഥലമില്ല, അത് വിട്ടേച്ച് എനിക്ക് ആരാധിക്കുവാൻ സാധ്യമല്ല. പെർഫെക്റ്റ് ആയിരിക്കുന്ന ഒരു ആരാധനയാണ് അവിടെ വെളിപ്പെടുന്നത്. പക്ഷെങ്കിൽ ആരാധിക്കുന്നത് കുഞ്ഞാടിന്റെ രക്തത്തിന്റെ വെളിയിൽ നിന്നുകൊണ്ടാണ് ദൈവത്തെ ആരാധിക്കുന്നത്. അപ്പോൾ എന്താ അവിടെ സംഭവിക്കുന്നത്? അന്ന് മുഖം കണ്ടുകൊണ്ട് ആരാധിക്കും. ആരാധിക്കേണ്ടവരുടെ ഹിതത്തിനനുസൃതമായിട്ട് ആരാധിക്കും. കാരണം മറ്റൊന്നുമില്ല ഇവിടെ വെളിപ്പെടുവാൻ. ദൈവത്തെ ഈ പാപമംഗലമായ ലോകത്തിൽ ദൈവത്തിന് വേണ്ടി മനസ്സിൽ ദൈവത്തിന് വേണ്ടി ജീവിക്കുന്നുവെന്ന് മനസ്സിലാക്കുന്നവരാണോ അവരങ്ങോട്ട് കടന്നു എന്ന് ആരാധിക്കുന്നത്. അവരുടെ ആരാധനയായിരിക്കും പെർഫെക്റ്റ് വർഷിപ്പ്. മൂന്നാമത്തെ പെർഫെക്ഷൻ എന്ന് പറയുന്നത് പെർഫെക്റ്റ് വിഷൻ ഓഫ് ഗാഡ്. ദൈവത്തെക്കുറിച്ചുള്ള വ്യക്തമായിരിക്കുന്ന കാഴ്ചപ്പാട്. ദൈവത്തെക്കുറിച്ച് വ്യക്തമായിരിക്കുന്ന കാഴ്ചപ്പാട്. ഇന്നൊക്കെ നമ്മൾ ദൈവത്തെ മനസ്സിലാക്കിയിരിക്കുന്നത് അല്പാൽപമാ. എബ്രായലേഖനം നമ്മൾ പഠിച്ചപ്പോൾ നമ്മൾ മനസ്സിലാക്കി ദൈവം പണ്ട് ഭാഗമായിട്ടും വിവിധമായിട്ടും വിവിധ പ്രവാചകന്മാർ മുഖാന്തരം അരുളി ചെയ്തു. അപ്പൊ എന്തേ ദൈവം അരുളി ചെയ്തിട്ടുള്ളൂ? ഭാഗം. ആ പൂർണ്ണത ഇപ്പോഴും അവിടെ കിടക്കുക. നമുക്കറിയത്തില്ല എന്താണ്, ആരാണ് ദൈവം, എന്താ ദൈവം, എങ്ങനെയാ ദൈവം, എന്താ ദൈവത്തിന്റെ സ്വഭാവം. ചിലതൊക്കെ മനസ്സിലാക്കിയതാണ് ഇന്ന് നമ്മൾ അനുഗ്രഹിക്കപ്പെടുന്നത്. മനസ്സിലാക്കിയതിന്റെ അനുഗ്രഹം ഇപ്പൊ പ്രാപിക്കുന്നത്. ഇനി മനസ്സിലാക്കാതെ എന്തെല്ലാം കിടക്കുന്നു. ദൈവത്തിന്റെ തിരുവചനം പറയുന്നു, നമ്മുടെ അരുമനാഥനാകുന്ന യേശുവിന് ഒരു പേരുണ്ട്, അതാക്കിയത് ഇവരെ അറിഞ്ഞിട്ടില്ല, ഇതാരും മനസ്സിലാക്കിയിട്ടുമില്ല. ദൈവത്തെക്കുറിച്ചുള്ള ആഴങ്ങളായിരിക്കും അന്ന് നമ്മൾ മനസ്സിലാക്കുവാൻ പോകുന്നത്. ദൈവം ആരെന്നും ദൈവം എങ്ങനെയുള്ളവനെന്നും എന്താണ് ദൈവം എന്നുള്ളതിൻ്റെ ആ റിയാലിറ്റി, അന്ന് ആ പെർഫെക്ഷൻ നമുക്ക് ലഭിക്കുവാനിടയായിത്തീരും. അതുകൊണ്ട് ആ ദൈവത്തിന്റെ ദാസൻ പറയും, ഇന്ന് നാൾ അംശമായി കാണുന്നു, അംശമായി പ്രവചിക്കുന്നു, എന്നാൽ ഒരു ദിവസം കടന്നു വരും അന്ന് അംശമായതൊക്കെ അങ്ങ് മാറിപ്പോകും. പൂർണ്ണമായി കാണുവാൻ, പൂർണ്ണമായി ദർശിക്കുവാൻ ഇടയായിത്തീരും. അന്ന് സംഭവിക്കുന്നത് എൻ്റെ അരുമനാഥൻ അവൻ ആരാകുന്നുവോ, അവൻ ആരാകുന്നു എന്ന് മനസ്സിലാക്കുവാൻ ദൈവം നമുക്കൊരു കൃപ ചെയ്യും. പെർഫെക്റ്റ് വിഷൻ. ദൈവത്തെക്കുറിച്ചുള്ള വ്യക്തമായിരിക്കുന്ന ഒരു കാഴ്ചപ്പാട്, ദൈവത്തെക്കുറിച്ച് വ്യക്തമായിരിക്കുന്ന ബോധ്യം. നിങ്ങൾ മനസ്സിലാക്കണം, ഇന്ന് ആ ബോധ്യം നമുക്ക് ലഭിച്ചിരിക്കുന്ന അറിവിനനുസരിച്ചാണോ ആ ബോധ്യം നമുക്ക് നിൽക്കുന്നത്. പക്ഷെങ്കിൽ ആ ബോധ്യം എത്ര ശരി എത്ര തെറ്റുണ്ടെന്ന് നമുക്കറിയത്തില്ല. പക്ഷെങ്കിൽ അന്ന് തെറ്റില്ല. അവിടെ ആ പെർഫെക്ഷനാണ് വെളിപ്പെടുന്നത്. നാലാമത്തത് പെർഫെക്ഷൻ, പെർഫെക്റ്റ് ലൈറ്റ്, പൂർണ്ണ വെളിച്ചം. Chapter 22, Revelation chapter 22 verse 5. ഇന്ന് സൂര്യനും ചന്ദ്രനും വെളിച്ചം തരുന്നു. അന്നത്തെ വെളിച്ചം സൂര്യനും ചന്ദ്രനുമല്ല. അന്നത്തെ വെളിച്ചം പെർഫെക്റ്റ് ആയിരിക്കുന്നവനാ വെളിച്ചം തരുന്നേ. പൂർണ്ണതയുള്ള യേശു കുഞ്ഞാട് അതിൻ്റെ വിളക്ക. കുഞ്ഞാടിന്റെ വെളിച്ചമാണോ അന്ന് നാം പ്രാപിക്കുവാൻ പോകുന്നത്. ആ പെർഫെക്ഷൻ നിങ്ങൾ മനസ്സിലാക്കണം. കുഞ്ഞാടെന്ന് പറയുമ്പോൾ പെർഫെക്ഷൻ, ആ പെർഫെക്ഷന്റെ വെളിച്ചം ആ പെർഫെക്റ്റ് ആകുന്നുവെങ്കിൽ ആ വെളിച്ചവും പെർഫെക്റ്റ് ആയിരിക്കും. ആ പെർഫെക്ഷൻ ഓഫ് ലൈറ്റ് അന്ന് ഞാൻ പ്രാപിക്കും. നെക്സ്റ്റ് വേർഡ് പെർഫെക്റ്റ് വിക്ടറി, പൂർണ്ണ വിജയം. പൂർണ്ണ വിജയം. റെവലേഷൻ ചാപ്റ്റർ 21 verse 3 to 5, 3 മുതൽ 5 വരെയുള്ള വാക്യം. 4ാമത്തെ വാക്യപ്രകാരം പറയുന്നു, അവൻ അവരുടെ കണ്ണിൽ നിന്ന് കണ്ണുനീരെല്ലാം തുടച്ചു കളയും. ഇനി മരണമുണ്ടാകുകയില്ല, ദുഃഖവും മുറവിളിയും കഷ്ടതയും ഇനി ഉണ്ടാകുകയില്ല. ഒന്നാമത്തത് കഴിഞ്ഞു പോയി. സിംഹാസനിരിക്കുന്നവൻ ഇതാ ഞാൻ സകലതും പുതുതാക്കുന്നുവെന്ന് അരുളി ചെയ്തു. എന്താ ഇവിടെ സംഭവിക്കുന്നത്? പെർഫെക്റ്റ് വിക്ടറി. ഇന്ന് വിജയമുണ്ട്, ചില സമയത്ത് പരാജയമുണ്ട്. എന്നാൽ അന്നത്തെ പ്രത്യേകത, അന്ന് വിജയമേ ഉള്ളൂ. നമ്മുടെ നിഘണ്ടുവിൽ പറയുവാൻ വിജയമല്ലാതെ വേറൊന്നുമില്ല. തോൽവിയുടെ കണക്കുകളൊന്നും നമുക്ക് കൊടുക്കുവാനില്ല. എല്ലാം പൂർണ്ണമായിരിക്കുന്ന വിജയം.
നിങ്ങൾ മനസ്സിലാക്കണം എത്രമാത്രം പെർഫെക്റ്റ് ആണ് ആ ഭൂമി. ഒരു രീതിയിൽ നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞാൽ ആ ലൂസിഫറിനെ ആക്കിയ സമയത്ത് ഭൂമി എങ്ങനെയായിരുന്നുവോ ഒരു രീതിയിൽ അതേ അവസ്ഥയിലായിരിക്കും നാലാമത്തെ ഭൂമിയെ ദൈവമാക്കുവാൻ പോകുന്നത്. 2ഉം 3ഉം ഭൂമി ആദമിനെ ഏദൻ തോട്ടത്തിലാക്കിയപ്പോൾ ഏതവസ്ഥയിലായിരുന്നുവോ ഭൂമിയും ആകാശവും അതേ അവസ്ഥയിലായിരിക്കും 1000 ആണ്ട് വാഴ്ചയിലെ ഭൂമിയും ആകാശവും കടന്നു വരാൻ പോകുന്നത്. അങ്ങനെയെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കണം, മനുഷ്യന്റെ വീണ്ടെടുപ്പിനെ കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ മനുഷ്യന്റെ വീണ്ടെടുപ്പ് 2 കാലങ്ങളായിട്ടാണ് നടക്കുന്നത്, ഒരു കാലത്തിലല്ല. വീണ്ടെടുപ്പിന്റെ 1ാം ഘട്ടം എന്ന് പറയുന്നത് നാം രക്ഷിക്കപ്പെടുമ്പോൾ നമ്മുടെ ആത്മാവ് വീണ്ടെടുക്കപ്പെട്ടു. നമ്മുടെ ആത്മാവ് രക്ഷിക്കപ്പെട്ടു. ആത്മാവ് വീണ്ടും ദൈവവുമായിട്ട് ബന്ധപ്പെടുവാനായിട്ട് ഇടയായിത്തീർന്നു. അതുകൊണ്ട് നമ്മുടെ വീണ്ടെടുപ്പ് പൂർണ്ണമായില്ല. നമ്മുടെ വീണ്ടെടുപ്പ് പൂർണ്ണമാകുന്ന സമയം എന്ന് പറയുന്നത് അരുമനാഥനാകുന്ന യേശു വാനമേഘത്ത് കടന്നു വരുമ്പോൾ അപ്പോൾ എന്ത് സംഭവിക്കും? നമ്മുടെ ഈ ദ്രവത്വമുള്ള ശരീരം അദ്രവത്വമുള്ള ശരീരമായി മാറ്റപ്പെട്ട ഈ താഴ്ചയുള്ള ശരീരം മഹത്വമുള്ള ശരീരമായി രൂപാന്തരപ്പെട്ട് ആ ഒരു മാറ്റങ്ങൾ സംഭവിക്കുമ്പോഴാണ് നമ്മുടെ വീണ്ടെടുപ്പ് പൂർണ്ണമാകുന്നത്. അങ്ങനെയെങ്കിൽ നമ്മുടെ വീണ്ടെടുപ്പിന് 2 ഘട്ടങ്ങൾ ഉള്ളതുപോലെ തന്നെ ഈ ഭൂമിക്കയുടെ വീണ്ടെടുപ്പിനും 2 ഘട്ടങ്ങളുണ്ട്. ഇന്ന് ഞാനും നിങ്ങൾ വസിക്കുന്നതായിരിക്കുന്ന ഈ ഭൂമിയുടെ വീണ്ടെടുപ്പ് 2 ഘട്ടങ്ങളായിട്ടാണ് നടക്കുവാൻ പോകുന്നത്. ഇന്ന് ഈ ഭൂമി വീണ്ടെടുക്കപ്പെട്ടിട്ടില്ല. ഇന്ന് ഈ ഭൂമി ശാപത്തിന് കീഴിലാണ്. ഇന്ന് ഈ ഭൂമി അടിമത്വം കീഴിലാണ്. എല്ലാവിധമാർക്ക് മലിനതയ്ക്ക് കീഴിലാണ്. എന്നാൽ ഈ ഭൂമിക്കൊരു വീണ്ടെടുപ്പ് ദൈവം കൊടുക്കുമ്പോൾ മനുഷ്യന്റെ വീണ്ടെടുപ്പിൽ 2 ഘട്ടം ഉള്ളതുപോലെ ദൈവം ഈ ഭൂമിയുടെ വീണ്ടെടുപ്പ് 2 ഘട്ടങ്ങളായിട്ട് ചെയ്യുന്നു. 1ാമത്തെ ഘട്ടമാണ് 1000 ആണ്ട് വാഴ്ചയിൽ ഭൂമിക്ക് സംഭവിക്കുന്നത്, ദ മില്ലേനിയൽ കിങ്ഡം. അതാണ് 1ാമത്തെ വീണ്ടെടുപ്പ്. പക്ഷേ ആ വീണ്ടെടുപ്പ് പെർഫെക്റ്റ് അല്ല. ആ വീണ്ടെടുപ്പ് അപൂർണമാണ്. പല കാര്യങ്ങൾ വീണ്ടെടുക്കപ്പെടുവാനുണ്ട്, പല കാര്യങ്ങൾ വീണ്ടെടുക്കപ്പെട്ടിട്ടുണ്ട്. പക്ഷേ ആ 2ാമത്തെ ഭൂമിക്ക് അനുസൃതമായിട്ട് ഈ 3ാമത്തെ ഭൂമിയും മാറ്റപ്പെടുകയാണ്. എന്നാൽ ഈ ഭൂമി ഒരു കാര്യത്തിന് വേണ്ടി കാത്തിരിക്കുന്ന, ഒരു ഇളകാത്ത രാജ്യത്തിന് വേണ്ടിയാണ് കാത്തിരിക്കുന്നത്. ആ ഇളകാത്ത രാജ്യം അത് പ്രാപിക്കണമെങ്കിൽ എന്തുണ്ടെങ്കിലേ പറ്റത്തുള്ളൂ. ഈ ഭൂമിയിൽ നിന്ന് ശാപത്തിന്റെ സകല കാരണങ്ങളെയും എന്നേക്കുമായിട്ട് മായ്ച്ചു കളഞ്ഞ്, എന്നേക്കുമായിട്ട് നശിപ്പിച്ചു കളഞ്ഞ്, ശാപമില്ലാത്ത, പാപമില്ലാത്ത, കണ്ണീരില്ലാത്ത, ദുഃഖമില്ലാത്ത, മുറവിളിയില്ലാത്ത ഒരു ഭൂമിയെ ദൈവം സ്ഥാപിക്കണം. അന്ന് ഭൂമിയുടെ അവസ്ഥ എന്തായിരിക്കും? മുള്ളും പറക്കാരെയും അതിനകത്ത് മുളയ്ക്കുവാൻ സാധ്യമല്ല. അന്നത്തെ ഭൂമിയുടെ അവസ്ഥ എന്തായിരിക്കും? യാതൊരു കഠിനാധ്വാനത്തിന്റെയും ആവശ്യമില്ല. അന്നത്തെ ഭൂമിയുടെ അവസ്ഥ എന്തായിരിക്കും? എല്ലാം വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് മനുഷ്യൻ ഇന്ന് കൊടുക്കുന്ന എഫേർട്ടിന് അതിനനുസരിച്ച് വീര്യഫലം തരാതിരിക്കുമ്പോൾ അന്ന് അവൻ പ്രവർത്തിക്കുന്നതിനേക്കാൾ കൂടുതൽ ഫലം ദൈവം കൊടുക്കുന്നു. എന്തുകൊണ്ട്? ദൈവം ഈ ഭൂമിയെ റീക്രിയേറ്റ് ചെയ്യുക. ദൈവം റീക്രിയേറ്റ് എന്ന് ഞാൻ പറയുമ്പോൾ ദൈവം ഈ ഭൂമിയെ റിനോവേറ്റ് ചെയ്യുക. പക്ഷെ ഒരു കാര്യം ദൈവം ചെയ്യും. മനുഷ്യന്റെ കൈപ്പണി എവിടെ വരെ ചെന്നിട്ടുണ്ട് അത് മുഴുവൻ പരിപൂർണമായി മാറ്റി എന്നിട്ട് മനുഷ്യന്റെ കൈപ്പണി തൊടാത്തമായിരിക്കുന്ന ഒരു പുതിയ ആകാശവും ഒരു പുതിയ ഭൂമിയുമാണ് ദൈവത്തിന് വേണ്ടത്. ഈ രാത്രി കൊണ്ട് ഞാനിവിടെ അവസാനിപ്പിക്കുമ്പോൾ ഒരു വേർഡ് പറയട്ടെ. ദൈവത്തിന്റെ ദാസൻ ഇപ്രകാരം പറയുന്നു, ആകയാൽ ഇളകാത്ത രാജ്യം പ്രാപിക്കുന്നത് കൊണ്ട് നാം നന്ദിയുള്ളവരായി. അപ്പോൾ ഇളകാത്ത രാജ്യം പ്രാപിക്കുവാൻ പോകുന്നു എന്നുള്ളതിനെ കുറിച്ചുള്ള ഒരു നന്ദി നമ്മുടെ ഉള്ളിൽ ഉണ്ടാകേണ്ടത് വളരെ ആവശ്യമാണ്. ഒരു താങ്ക്ഫുൾനെസ് എന്റെയും നിങ്ങളുടെ ഉള്ളിൽ ഉണ്ടാകണം. ഞാൻ മുൻപിലൊന്ന് കാണണം, ദൈവം എന്താണ് എനിക്ക് വേണ്ടി ചെയ്യുവാൻ പോകുന്നത്, എന്ത് പ്രവൃത്തിയാണ് ദൈവത്തിന് വെളിപ്പെടുത്തുവാനുള്ളത്. അത് ഓർത്തുകൊണ്ട് ദൈവത്തിന് ഞാൻ നന്ദി പറയുവാൻ ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നു. അത് മാത്രമാണോ ദൈവത്തിന് വേണ്ടത്? പിന്നീട് ദൈവത്തിന് പ്രസാദം വരുമാ ഭയത്തോടും ഭക്തിയോടും കൂടെ അവന്റെ സേവ ചെയ്യുക. ദൈവം അനുവദിക്കുന്നുവെങ്കിൽ അടുത്ത ആഴ്ച നമ്മൾ ആ ഭാഗം ചിന്തിച്ചുകൊണ്ട് 12ാം അധ്യായം അവസാനിപ്പിക്കുവാൻ പോകുകയാണ്. എന്നാൽ ഒന്ന് മനസ്സിലാക്കിക്കോണം, സ്വർഗത്തിലെ ദൈവം ഈ ഭൂമി എത്ര മനോഹരമായിട്ടാക്കി, മനുഷ്യൻ ഈ ഭൂമി എത്രമാത്രം പ്രകൃതമാക്കി. എന്നാൽ സ്വർഗത്തിലെ ദൈവം വീണ്ടും ഈ ഭൂമിയെ എത്രമാത്രം പെർഫെക്റ്റ് ആക്കുന്നു. ഒന്ന് മനസ്സിലാക്കണം, മനുഷ്യന്റെ പാപം കൊണ്ട് ആ അപൂർണത
കടന്നു വന്നുവെങ്കിൽ ആ പാപത്തിൽ കിടക്കുന്ന മനുഷ്യൻ ദൈവത്തിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ, ദൈവത്തെ ഹിതത്തിന് വേണ്ടി ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ അവരെ അപൂർണതകളെ മാറ്റി ദൈവം പൂർണ്ണരാക്കുക. ഇന്ന് രാത്രി കേൾപ്പിച്ചപ്പെട്ട ദൈവത്തിന്റെ വചനത്തിന് മുൻപാകെ ഞാൻ ഓർപ്പിക്കട്ടെ, നമ്മുടെ അപൂർണതകളെ പരിപൂർണമായിട്ട് മാറ്റി നമ്മളെ പൂർണ്ണരാക്കുന്ന ഒരു യേശു ഇന്ന് രാത്രിയിലും നമ്മുടെ നടുവിൽ കടന്നു വന്നിട്ടുണ്ട്. അവൻ നമ്മുടെ കൊണ്ട് ആ പൂർണ്ണതയ്ക്ക് വേണ്ടി നമ്മളെല്ലാവരും വായിച്ചിട്ട് എല്ലാ കണ്ണുകളും ശാന്തമായിട്ട് അടയട്ടെ. കർത്താവിന്റെ പരിശുദ്ധ മുഖത്തെ കണ്ണുകളും തിരിച്ചാട്ടോ ഇന്ന് രാത്രിയിൽ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇപ്രകാരം ഒരു കാര്യം ഒന്ന് പറഞ്ഞു തരുന്നുണ്ട്, ഒന്ന് മനസ്സിലാക്കി തരുവാൻ. ദൈവത്തിന്റെ വചനം ആഗ്രഹിക്കുന്നത് ആത്മാവെന്ന ആദ്യദാനം ലഭിച്ചിരിക്കുന്ന നാമം നമ്മുടെ ശരീരത്തിൽ വീണ്ടെടുപ്പിനായി പുതുത്വത്തിന് കാത്തുകൊണ്ട് ഉള്ളിലെത്ത ഞരകുന്നു. ഓമക്കലേഖനം 8-ാം അധ്യായത്തിന്റെ 23-ാമത്തെ വാക്യം ദൈവത്തിന്റെ തിരുവചനം പറയുന്നു, ആത്മാവെന്ന ആദ്യദാനം ലഭിച്ചിരിക്കുന്ന നാമം. പ്രിയപ്പെട്ടവരെ, എനിക്കും നിങ്ങൾക്കും ആ ഒരു വലിയ ഈറ്റുനോവിന്റെ അനുഭവം വളരെ ആവശ്യമാണ്. എനിക്കും നിങ്ങൾക്കൊരു മാറ്റം വരണം. ഹല്ലേലൂയ.